എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. കെ.പി. ആസ്ട്രോളജി പ്രകാരം രണ്ടാം ഭാവം ദോഷപ്പെട്ടാൽ ചെയ്യേണ്ട പരിഹാരങ്ങൾ വിശദമായി. കെ.പി. ആസ്ട്രോളജി കൃഷ്ണമൂർത്തി പദ്ധാതി പ്രകാരം രണ്ടാം ഭാവം ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ഈ ഭാവത്തിന് ദോഷം സംഭവിക്കുമ്പോൾ ധന, കുടുംബ, സംസാരശൈലി, ആരോഗ്യവും മാനസിക സമാധാനവും വരെ ബാധിക്കുന്ന രണ്ടാം ഭാവം എന്തിനു സൂചിപ്പിക്കുന്നു? രണ്ടാം ഭാവം പ്രധാനമായി തൊഴിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധനം, സേവിങ്സ്, കുടുംബസൗഖ്യം, സംസാരശൈലി, ഭക്ഷണശീലം, മുഖം, കണ്ണ്, പല്ല്, ജീവിത മൂല്യങ്ങൾ, കുടുംബ പാരമ്പര്യം, സ്ഥാനം, പ്രയാസകാലങ്ങളുമായി ബന്ധമുള്ള സ്ഥാനം. രണ്ടാം ഭാവം ദോഷപ്പെട്ടാൽ കാണുന്ന ലക്ഷണങ്ങൾ: ധനകാര്യ പ്രശ്നങ്ങൾ, പണം കയ്യിൽ നിൽക്കാതിരിക്കുക, കടബാധ്യത വർദ്ധിക്കുക, സേവിങ്സ് നഷ്ടപ്പെടുക, വരുമാനത്തേക്കാൾ ചെലവ് കൂടുക, ഫാമിലി വെൽത്ത് ഡിസ്പ്യൂട്ട്സ്, കുടുംബ പ്രശ്നങ്ങൾ, വീട്ടിൽ സമാധാനക്കുറവ്, ബന്ധുക്കളുമായി അകലം, ചെറിയ കാര്യങ്ങൾക്ക് തർക്കം, സംസാരത്തിലെ പ്രശ്നങ്ങൾ, പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുക, ഹാഷ് സ്പീച്ച്, അൺനെസസറി ആർഗ്യുമെന്റ്സ്, ആരോഗ്യ പ്രശ്നങ്ങൾ, പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ത്രോട്ട് വോയിസ് ഇഷ്യൂസ്, മുഖവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ. കെ.പി. ആസ്ട്രോളജി പ്രകാരം പ്രശ്നം എങ്ങനെ പരിശോധിക്കുന്നു? കെ.പി. ആസ്ട്രോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ND കാസ്റ്റ് സബ് ലോൺ CSL. ഇതാണ് രണ്ടാം ഭാവത്തിന്റെ യഥാർത്ഥ ഫലങ്ങൾ നൽകുന്ന ഘടകം. നല്ല ഫലങ്ങൾ ലഭിക്കുമ്പോൾ 2 ND CSL 2, 6, 10, 11 ഭാവങ്ങളെ സിഗ്നിഫൈ ചെയ്താൽ സാമ്പത്തിക വളർച്ച, സ്ഥിര വരുമാനം, കുടുംബ പുരോഗതി, സേവിങ്സ് വർദ്ധിക്കൽ. നെഗറ്റീവ് ഫലങ്ങൾ ലഭിക്കുമ്പോൾ 2 ND CSL 8 അല്ലെങ്കിൽ 12 ഭാവങ്ങളുമായി ശക്തമായ ബന്ധമുണ്ടെങ്കിൽ സഡൻ ഫൈനാൻഷ്യൽ ലോസ്, ഫാമിലി സഫറിംഗ്, മണി ബ്ലോക്കേജ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. രണ്ടാം ഭാവത്തിന് നെഗറ്റീവ് ഹിറ്റ് വന്നാൽ ചെയ്യേണ്ട പ്രധാന പരിഹാരങ്ങൾ: 1. സംസാര നിയന്ത്രണം, സ്പീച്ച് റെമഡി. രണ്ടാം ഭാവം സംസാരത്തെ നിയന്ത്രിക്കുന്നു. അതിനാൽ ഹാഷ് വേർഡ്സ് ഒഴിവാക്കുക, കള്ളം പറയുന്നത് കുറയ്ക്കുക, അൺനെസസറി ആർഗ്യുമെന്റ്സ് ഒഴിവാക്കുക, ഫാമിലി മെമ്പേഴ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. കെ.പി. ആസ്ട്രോളജി പ്രകാരം ഇത് വളരെ ശക്തമായ പ്രാക്ടിക്കൽ റെമഡിയാണെന്ന് കരുതപ്പെടുന്നു. 2. കുടുംബശാന്തിക്കായുള്ള പരിഹാരങ്ങൾ. എല്ലാം വെള്ളിയാഴ്ചയോ വീട്ടിൽ ദീപം തെളിയിക്കുക, പാൽ, പായസം തുടങ്ങിയവ ദാനം ചെയ്യുക, വീട്ടിലെ മുതിർന്നവരുടെ ആശീർവാദം സ്വീകരിക്കുക. ഇവ ഫാമിലി കർമ്മ ബാലൻസ് ചെയ്യാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. 3. ധനസ്ഥിരതയ്ക്കുള്ള പരിഹാരങ്ങൾ. ചെയ്യാവുന്ന കാര്യങ്ങൾ: ഭക്ഷണദാനം നടത്തുക, അരി അല്ലെങ്കിൽ ധാന്യങ്ങൾ ദാനം ചെയ്യുക, ദരിദ്ര വിദ്യാർത്ഥികളെ സഹായിക്കുക, ചെറിയ സേവിങ്സ് ഹാബിറ്റ് തുടങ്ങുക. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ: unnecessary spending, risky investments, gambling, speculation, അമിത കടം. രണ്ടാം ഭാവം ദോഷപ്പെട്ടാൽ മണി ലീക്കേജ് കൂടുതലാകുമെന്ന് കരുതപ്പെടുന്നു. 4. ഗ്രഹപരിഹാരങ്ങൾ. ശനി ബാധിച്ചാൽ ശനിയാഴ്ച എള്ളെണ്ണ ദീപം തെളിയിക്കുക, കറുത്ത എള്ള് ദാനം ചെയ്യുക, കഠിനാധ്വാനിക്കുന്ന ആളുകളെ സഹായിക്കുക. രാഹു ബാധിച്ചാൽ ദുർഗ ഉപാസന, സ്ട്രേ ആനിമൽസിന് ഭക്ഷണം നൽകുക, അഡിക്ഷൻ ഒഴിവാക്കുക. കേതു ബാധിച്ചാൽ ഗണപതി പ്രാർത്ഥന, മെഡിറ്റേഷൻ, സ്പിരിച്വൽ ഡിസിപ്ലിൻ. ശോഭ ബാധിച്ചാൽ ആംഗർ കൺട്രോൾ, ഹനുമാൻ പ്രാർത്ഥന, ട്യൂസ്ഡേ ചാരിറ്റി. 5. മന്ത്രങ്ങൾ. മഹാലക്ഷ്മി മന്ത്രം വെള്ളിയാഴ്ച 108 പ്രാവശ്യം ജപിക്കാം. ഗണപതി മന്ത്രം ഓം ഗം ഗണപതയേ നമഃ ജീവിതത്തിലെ തടസ്സങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മന്ത്രമായി കരുതപ്പെടുന്നു. 6. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ. രണ്ടാം ഭാവം ഭക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിനാൽ ഭക്ഷണം കളയരുത്. വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇൻടോക്സിക്കേഷൻ ഒഴിവാക്കുക. ശുദ്ധവും നിയന്ത്രിതവുമായ ഭക്ഷണശീലം പാലിക്കുക. 7. കെ.പി. സാവോവിനെ പ്രാക്ടിക്കൽ റെമഡീസ്. കെ.പി. ആസ്ട്രോളജി പ്രാക്ടിക്കൽ കർമ്മ കറക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതിനാൽ
ഫാമിലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. മണി എത്തിക്സ് പാലിക്കുക. ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ പിന്തുടരുക. ഡെയിലി എക്സ്പെൻസ് ട്രാക്കിംഗ് ചെയ്യുക. സേവിങ്സ് ഹാബിറ്റ് രൂപപ്പെടുത്തുക. ഇവ രണ്ടാം ഭാഗത്തിന്റെ എനർജി സ്റ്റേബിലൈസ് ചെയ്യാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ. താഴെ പറയുന്ന കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണം. 2 NDCSL ലിങ്ക് വിത്ത് 8+12. സാറ്റൻ, രാഹു ഡാഷ്. റിപ്പീറ്റഡ് ഫൈനാൻഷ്യൽ കൊളാപ്സ്. ഫാമിലി സെപ്പറേഷൻ ഇഷ്യൂസ്. അത്തരം സമയങ്ങളിൽ റിസ്കി ഇൻവെസ്റ്റ്മെന്റ്സ് ഒഴിവാക്കുക. ലീഗൽ ഡോക്യുമെന്റ്സ് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക. എമർജൻസി സേവിങ്സ് ഉണ്ടാക്കുക. ഹെൽത്ത് ചെക്കപ്സ് ഇഗ്നോർ ചെയ്യരുത്. അവസാനമായി, ആസ്ട്രോളജി ജീവിതത്തിന് ഒരു ഗൈഡൻസ് ആയി കാണുന്നതാണ് നല്ലത്. അതിനൊപ്പം ഡിസിപ്ലിൻ ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ, മെന്റൽ പീസ്, പ്രാക്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇവയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ സമീപനവും നിയന്ത്രിത ജീവിതശൈലിയും ഉണ്ടെങ്കിൽ പല നെഗറ്റീവ് ഫലങ്ങളും കുറയ്ക്കാൻ സാധിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി. പ്ലീസ്